ഗുഡ് ഈവനിങ്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ട് 3 ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നമ്മൾ 200 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 201-ാമത്തെ ചോദ്യമാണ്. ബാറ്റിൽ ഓഫ് ബക്സർ ഇൻ ദ ഇയർ. ബാറ്റിൽ ഓഫ് ബക്സർ, ബക്സർ യുദ്ധം നടന്നത് ഏത് വർഷമാണ്? 1764-ലാണ്. ഉസ്താദ് ഈസ് റിലേറ്റഡ് ടു ദ ഡിസൈൻ ആർക്കിടെക്ചർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിൽഡിംഗ് ഇൻ മുഗൾ എറ. മുഗൾ കാലഘട്ടത്തില് നിർമ്മിച്ചിട്ടുള്ള താഴെ തന്നിട്ടുള്ള ആർക്കിടെക്ചറില് ഉസ്താദ് എന്നറിയപ്പെടുന്ന ആ ഒരു ഡിസൈൻ ഏതിന്റെയാണെന്നുള്ളതാണ്. താജ്മഹൽ ആണ് ഉത്തരം. വിച്ച് വാസ് ദ ഫസ്റ്റ് കൺട്രി ടു എക്സ്പീരിയൻസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. വ്യാവസായിക വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് ഏത് രാജ്യത്ത് നിന്നാണ്? ഇംഗ്ലണ്ട് ആണ്. അല്ലെങ്കിൽ ഏത് രാജ്യമാണ് വ്യവസായ വിപ്ലവം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് എന്നാണ് ചോദ്യം. ഇംഗ്ലണ്ട് ആണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. രാജാറാം മോഹൻ റോയ് ആണ്. ഏതു വർഷത്തിലാണ് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് പാസ്സായത്? ഹിന്ദു വിധവ പുനർ വിവാഹ നിയമം നടപ്പിലാക്കിയത് ഏത് വർഷമാണെന്നുള്ളതാണ് ചോദ്യം. 1856 ആണ് ഉത്തരം. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ആത്മീയ സഭ. ആത്മീയ സഭയുടെ സ്ഥാപകൻ ആരാണ്? റാം മോഹൻ റോയ് തന്നെയാണ് ആത്മീയ സഭയുടെയും സ്ഥാപകൻ. സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ഏത് വർഷമാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 1897-ലാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സ്വാമി വിവേകാനന്ദനാണ്. ബോംബെയിൽ വെച്ചിട്ട് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്ഥാപിച്ചത് ഏത് വർഷമാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 1867-ആണ്. ഇനി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണെന്നുള്ളതാണ്. കൽക്കത്തയാണ് ഉത്തരം. റാം മോഹൻ റോയ്ക്ക് രാജ എന്ന് പറയുന്ന സ്ഥാനം ആരാണ് പതിച്ചു നൽകിയത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മുഗൾ രാജാവായിട്ടുള്ള അക്ബർ ആണ് അതിന്റെ ഉത്തരം. താഴെ തന്നിരിക്കുന്ന സ്ഥാപനങ്ങളില് ജ്യോതിറാവ് ഫൂലെയുടെ സ്ഥാപനം ഏതാണ് എന്നാണ് ചോദ്യം. സത്യശോധക് സമാജാണ് ജ്യോതിറാവ് ഫൂലെ സ്ഥാപിച്ച ഓർഗനൈസേഷൻ. ഹു എമംഗ് ദ ഫോളോയിങ് അസാസിനേറ്റഡ് ദ ലാസ്റ്റ് മൗര്യൻ കിങ് ബൃഹദ്രഥ്. അവസാനത്തെ ശുംഗനാണ് ഉത്തരം. ഓക്കെ, ബൃഹദ്രഥറിന്റെ തന്നെ ചീഫ് അല്ലെങ്കിൽ എന്താണ് ആർമിയുടെ ഹെഡ് ആയിരുന്നു ആര്യ പുഷ്യമിത്ര ശുംഗൻ എന്ന് പറയുന്നത്. അപ്പോ പുഷ്യമിത്ര ശുംഗനാണ് ആരെ വധിച്ചത്? അവസാന മൗര്യ രാജാവായിട്ടുള്ള ബൃഹദ്രഥിനെ ഭരിച്ചിട്ട് ശുംഗവംശം സ്ഥാപിച്ചത്. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഹീറോ ഓഫ് കാളിദാസാസ് ഡ്രാമ? മാൾവികാഗ്നിമിത്രം. മാൾവികാഗ്നിമിത്രം എന്ന് പറയുന്ന കാളിദാസന്റെ നാടകത്തിന്റെ ഹീറോ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അഗ്നിമിത്രനാണ്. അഗ്നിമിത്രനെ കുറിച്ചിട്ടുള്ള ഒരു നാടകമാണ് മാളവികാഗ്നിമിത്രൻ എന്ന് പറയുന്നത്. ഓക്കെ. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് കൻവ ഡൈനാസ്റ്റി. കൻവ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? വസുദേവമിത്രയാണ്. ഹു വാസ് ദ ഫസ്റ്റ് ഇൻഡോ ഗ്രീക്ക് റൂളർ ടു ഇഷ്യൂ ഗോൾഡ് കോയിൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വർണ്ണ നാണയം ഇറക്കിയ ഇൻഡോ ഗ്രീക്ക് റൂളർ ആരാണ് എന്നുള്ളതാണ്. മെനാൻഡർ ആണ് ഉത്തരം. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എറ ഈസ് യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഏത് കാലഘട്ട പ്രകാരമാണ് നമ്മുടെ കലണ്ടർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ശകവർഷത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ശക വർഷമാണ് 78 AD. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ സത്രപ സിസ്റ്റം ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്. ഭരണഘടനയിൽ അല്ലെങ്കിൽ ഭരണത്തില് സത്രപ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അല്ലെങ്കിൽ ആരുടെ കാലഘട്ടത്തിലാണ്? ശകന്മാരുടെ കാലഘട്ടത്തിലാണ്. ശക സാമ്രാജ്യത്തിലാണ്. ദ ഗാന്ധാര ആർട്ട് വാസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫീച്ചർ ഓഫ് ഡേഷ്. ഏത് പീരിയഡിന്റെ ഏത് കാലഘട്ടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഗാന്ധാര ആർട്ട് എന്ന് പറയുന്നത്? ശക കാലഘട്ടത്തിന്റെ സവിശേഷതയാണ് ഗാന്ധാര ആർട്ട് എന്ന് പറയുന്നത്. ഹു വാസ് ദ മോസ്റ്റ് പ്രോമിനന്റ് കുഷന റൂളർ. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുശന വംശ രാജാവ് ആരാണ് എന്നുള്ളതാണ്. കുശന രാജാവ് ആരാണ്?
കനിഷ്കനാണ്. ഹു വാസ് ചരക? ചരക എന്നറിയപ്പെടുന്നത് ആരാണ്? ആയുർവേദത്തിന്റെ പിതാവാണ്, അല്ലെങ്കിൽ ചരകൻ അറിയപ്പെടുന്നത് ആയുർവേദത്തിന്റെ പിതാവ് എന്നുള്ള പേരിലാണ്, ഫാദർ ഓഫ് ആയുർവേദ. ദ ശകാസ് വർ ദ നാറ്റീവ് ഓഫ് വിച്ച് റീജിയൻ? ഈ ശകന്മാര് ശരിക്കും ഏത് പ്രദേശത്തുള്ള ആളുകളാണ് എന്നുള്ളതാണ്. മിഡിൽ ഏഷ്യയിൽ നിന്ന് വന്നവരാണ് ശകന്മാര്. നെയിം ദ ക്യാപിറ്റൽ ഓഫ് ശതവാഹനാസ്? ശതവാഹന ഡൈനാസ്റ്റിയുടെ തലസ്ഥാനം എവിടെയായിരുന്നു എന്നുള്ളതാണ്. പ്രതിസ്ഥാനം ആണ്. ഓക്കെ, പ്രതിസ്ഥാനമായിരുന്നു ശതവാഹനന്മാരുടെ ക്യാപിറ്റല്. ദ ശതവാഹനാസ് ക്ലെയിംഡ് ടു ഹാവ് ബിലോങ്ഡ് ടു വിച്ച് വർണ്ണ? ഏത് വർണ്ണത്തില്, ചതുർവർണ്ണങ്ങൾ ഉണ്ടല്ലോ, അതില് ഏത് വർണ്ണത്തില് പെട്ടവരാണ് ശതവാഹനന്മാര് എന്നാണ് അവര് പറയണത്? ബ്രാഹ്മണന്മാരാണ് എന്ന് പറയപ്പെടുന്നു. ദ കമ്മ്യൂണിറ്റീസ് ഓഫ് മെർച്ചന്റ്സ് വെർ ഓർഗനൈസ്ഡ് ഇൻ ഗ്രൂപ്പ് നോൺ ആസ്? അതായത് ഈ കച്ചവടക്കാരുടെ ഗ്രൂപ്പുകൾ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? ഗിൽഡ് എന്ന പേരിലാണ്, ഗിൽഡുകൾ എന്ന പേരിലായിരുന്നു. വിച്ച് ബുക്ക് ഗിവൺ ദ ബെസ്റ്റ് അക്കൗണ്ട് ഓഫ് ഇൻഡോ റോമൻ ട്രേഡ്? ഇന്തോ റോമൻ ട്രേഡിനെ കുറിച്ച്, ഇന്ത്യയും റോമും തമ്മിലുള്ള വാണിജ്യത്തെ കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ വിവരം നൽകുന്ന ബുക്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പെരിപ്ലസ് ഓഫ് ദ എറിത്രേയൻ സീ, ചരക സംഹിത, ദെൻ മിലിൻഡ പഹോ, അർത്ഥശാസ്ത്ര. ഇതിലെ ഓപ്ഷൻ എ ആണ്, പെരിപ്ലസ് ഓഫ് എരിത്രേയൻ സീ ആണ് അതിന്റെ ഉത്തരം. ഓക്കെ. അമരാവതി സ്തൂപം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. ദ മെഗാലിത്സ്, മെഗാലിത്തിക്സ്, ഇവിടെ മെഗാലിത്സ് ആണ്. ഓക്കെ. ദ മെഗാലിത്സ് ഓഫ് സൗത്ത് ഇന്ത്യ ആർ മെയിൻലി അസോസിയേറ്റഡ് വിത്ത്, അതായത് സൗത്ത് ഇന്ത്യയിൽ നിന്ന്, നമ്മൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ എന്താണ് മെഗാലിത്തുകളൊക്കെ, അല്ലെങ്കിൽ വലിയ വലിയ കല്ലുകളും അത് ഈ എന്താണ് കുടീരങ്ങളും ഒക്കെ, കല്ലുകൊണ്ട് മറച്ചു വെച്ചിട്ടുള്ള വലിയ ശവക്കല്ലറകളൊക്കെ, അതാണ് മെഗാലിത്തിക് എന്നുകൊണ്ട്, മെഗാലിത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ മെഗാലിത്തിക്കുകളൊക്കെ എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്, ഏത് കാലഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. മെസോലിത്തിക് ഏജ് ആണ്. ഓക്കെ, മധ്യശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഹൗ മെനി തിണൈ ഓർ ഇക്കോ സോൺസ് റിഫേർഡ് ഇൻ ദ സംഘം പോയം? സംഘം കൃതികളില് എത്ര തിണകളെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത് എന്നാണ്? 5 തിണകളാണ് അതില് പ്രതിപാദിക്കുന്നത്. ഓക്കെ. വിച്ച് ചോള ചീഫ് ബിൽഡ് എ ഡാം ഓൺ റിവർ കാവേരി? കാവേരി നദിക്ക് കുറുകെ ഒരു ഡാം കെട്ടിയ ചോള രാജാവ് ആരാണ്? കരികാല ചോളനാണ്. വാട്ട് വാസ് ദ ടേം ഓഫ് സംഘം ലിറ്ററേച്ചർ? സംഘം ലിറ്ററേച്ചറിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ലവ് ആൻഡ് വാർ ആണ്, പ്രണയവും അതുപോലെ തന്നെ എന്താണ്, യുദ്ധവും, സ്നേഹവും യുദ്ധവും. ദ അമരാവതി സ്കൂൾ ഓഫ് ആർട്ട് ഡെവലപ്ഡ് അണ്ടർ ദ പാട്രണേജ് ഓഫ് ദ ശതവാഹന ഓഫ് വിച്ച് റീജിയൻ? നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ്, ശതവാഹനന്മാരാണ് അമരാവതി സ്കൂൾ ഓഫ് ആർട്ട് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇവര് ഏത് നാട്ടുകാരാണ്? ഇവര് എവിടെയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നാണ്? അമരാവതി സ്കൂൾ ഓഫ് ആർട്ട് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഹു വാസ് ദ റിയൽ ഫൗണ്ടർ ഓഫ് ഗുപ്ത എംപയർ? ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. ഹു റൂൾഡ് ഇന്ത്യ ബിറ്റ്വീൻ 335 AD ആൻഡ് 375 AD? 335 375 സെഞ്ചുറികളിൽ ഇന്ത്യ ഭരിച്ചത് ആരാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. സമുദ്രഗുപ്തനാണ്. 335 മുതൽ 75 വരെ ഇന്ത്യ ഭരിച്ചത് സമുദ്രഗുപ്തനാണ്. ഹു ഹാസ് ബീൻ കോംപ്ലിമെന്റഡ് ആസ് ദ ഇന്ത്യൻ നെപ്പോളിയൻ ബൈ ദ ഹിസ്റ്റോറിയൻ VS സ്മിത്ത്? ആരെയാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിച്ചിരുന്നത്? സമുദ്രഗുപ്തനെയാണ്. ഫാഹിയാൻ ദ ചൈനീസ് ട്രാവലർ വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ റെയ് ഓഫ് വിച്ച് റൂളർ? ആരുടെ കാലഘട്ടത്തിലാണ് ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത്? ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലഘട്ടത്തിലാണ്. വിച്ച് ഗുപ്ത കിങ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഹീറോ ഓഫ് 100 ബാറ്റിൽസ്? എന്താണ് ഹീറോ ഓഫ് 100 ബാറ്റിൽസ് എന്നറിയപ്പെടുന്ന ഗുപ്ത രാജാവ് ആരാണ്? സമുദ്രഗുപ്തനാണ്. ഹു ഈസ് ദ ഓദർ ഓഫ് മുദ്ര രാക്ഷസ? മുന്നേ വന്നു എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ അല്ലെ. മുദ്ര രാക്ഷസ എഴുതിയത് ആരാണ്? വിശാഖദത്തനാണ്. ഹർഷചരിത രചിച്ചത് ആരാണ്? ബാണഭട്ടനാണ്. ഹുവാങ്സാങ് വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ റെയ് ഓഫ് വിച്ച് കിങ്? ആരുടെ ഭരണകാലത്താണ് ഹുവാങ്സാങ് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ളത്?
പുലാക്കസിൻ രണ്ടാമന്റെ കാലഘട്ടത്തിലാണ്. വിച്ച് റൂളർ ഡിഫീറ്റഡ് ഹർഷ? ഹർഷനെ തോൽപ്പിച്ച ഭരണാധികാരി ആരാണ്? പുലാക്കസിൻ രണ്ടാമനാണ്. നെയിം ദ ചൈനീസ് ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ ഇൻ ദ റെയ് ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലഘട്ടത്തില് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയുടെ പേരെന്താണ്? ഫാഹിയാനാണ്. നെയിം ദ ഗ്രേറ്റ് സാൻസ്ക്രിറ്റ് പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റർ ഹു അഡോൺ ദ കോർട്ട് ഓഫ് കൊട്ടാരമലങ്കരിച്ച പ്രശസ്തനായ സംസ്കൃതം കവി ആരാണ് എന്നുള്ളതാണ് കാളിദാസനാണ്. നെയിം ദ ക്യാപിറ്റൽ ഓഫ് പല്ലവാസ്. പല്ലവ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? കാഞ്ചിയാണ്. നെയിം ദ ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ ഗുപ്ത പീരിയഡ്. ഗുപ്ത കാലഘട്ടത്തിലെ ഭരണാടിസ്ഥാനത്തിലുള്ള ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതായിരുന്നു? ഗ്രാമങ്ങളായിരുന്നു. ദ സദേൺ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ കെയിം ടു ബി നോൺ ആസ്. ദക്ഷിണ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ആ ഒരു എന്താണ് ആർക്കിടെക്ചർ സ്റ്റൈലിനെ അല്ലെങ്കിൽ എന്താണ് നിർമ്മാണ രീതിയെ വിളിച്ചിരുന്ന പേരെന്താണ്? ദ്രാവിഡ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്നായിരുന്നു. ദ ഫൈനസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ബുദ്ധിസ്റ്റ് ആർട്ട് ഡ്യൂറിംഗ് ഗുപ്ത പീരിയഡ് ആർ ദ പെയിന്റിങ്സ് ഓഫ്. ഗുപ്ത കാലഘട്ടത്തില് എന്താണ് ബുദ്ധിസ്റ്റ് ആർട്ടിന്റെ ഗുപ്ത കാലഘട്ടത്തില് രചിക്കപ്പെട്ടിട്ടുള്ള ബുദ്ധിസ്റ്റ് ആർട്ടിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അജന്ത ഗുഹയിലെ പെയിന്റിങ്ങുകളാണ്. ഓക്കെ, അജന്ത പെയിന്റിങ്സ് ആണ്. വേർ ഡിഡ് ഹർഷ കൺവീൻസ് ആൻ അസംബ്ലി ഫോർ ബുദ്ധിസം. എവിടെ വെച്ചിട്ടാണ് ഹർഷൻ ബുദ്ധന്മാരുടെ ഒരു അസംബ്ലി വിളിച്ചു കൂട്ടിയത് എന്നുള്ളതാണ്. കനൗജ് ആണ് ഉത്തരം. ഡാഷ് ഈസ് എ നോട്ടബിൾ അസ്ട്രോണമിക്കൽ ടെക്സ്റ്റ് റിട്ടൺ ബൈ ആര്യഭട്ട. ആര്യഭട്ടൻ എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ബുക്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിൽ തന്നെ ഉത്തരം കിടക്കുന്നുണ്ട്. ആര്യഭട്ടീയമാണ്. ഓക്കെ, ആര്യഭട്ട എഴുതിയത് ആര്യഭട്ടീയം. വിച്ച് സുൽത്താൻ ബിൽഡ് അലൈ ദർവാസ. അലൈ ദർവാസ സ്ഥാപിച്ച സുൽത്താൻ ഏതാണ്? അലാവുദ്ദീൻ ഖൽജിയാണ് ഉത്തരം. The period between Dash is referred to as an early medieval period of Indian history. ഇന്ത്യൻ ചരിത്രത്തിന്റെ ആദ്യകാല മധ്യകാല പീരീഡ് അല്ലെങ്കിൽ എന്താണ് ആദ്യകാല മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്ന ആ ഒരു കാലഘട്ടം ഏതാണ്? 750 മുതൽ 1300 AD വരെയുള്ള കാലഘട്ടമാണ് ഏർലി മീഡിയവൽ പീരീഡ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത്. The political powers like പ്രതിഹരാസ്, പാലാസ്, രാഷ്ട്രകൂട in these three powers is known as. അതായത് പ്രതിഹരന്മാരും പാലാസും രാഷ്ട്രകൂടരും ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു അലയൻസ്, അതിനെ വിളിച്ചിരുന്ന പേരെന്താണ്? ത്രിപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വേൾഡ് ഫേമസ് കൈലാസ ടെമ്പിൾ വാസ് ബിൽഡ് ഡ്യൂറിംഗ് ഹൂസ് റൂൾഡ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള കൈലാസ ക്ഷേത്രം സ്ഥാപിച്ചത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ്? രാഷ്ട്രകൂടന്മാരുടെ ഭരണകാലഘട്ടത്തിലാണ്. രാഷ്ട്രകൂടാസ് ഡിഫീറ്റഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബദാമി ചാലുക്യ കിങ്. ഏത് ചാലുക്യ കിങ്ങിനെയാണ് രാഷ്ട്രകൂടന്മാര് ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത്, തോൽപ്പിച്ചിട്ടുള്ളത്? കീർത്തി രണ്ടാമനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് രാഷ്ട്രകൂട. രാഷ്ട്രകൂട ഡൈനാസ്റ്റിയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? മന്യഖേദയാണ്, മന്യഖേദ. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദ രാഷ്ട്രകൂട ഡൈനാസ്റ്റി. രാഷ്ട്രകൂട ഡൈനാസ്റ്റി സ്ഥാപിച്ചതാരാണ്? ഖണ്ഡി ദുർഗയാണ് ഉത്തരം. രാഷ്ട്രകൂടാസ് എസ്റ്റാബ്ലിഷ്ഡ് ദെയർ കിങ്ഡം ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ. രാഷ്ട്രകൂടം അവരുടെ സാമ്രാജ്യം സ്ഥാപിച്ചത് ഇന്ത്യയുടെ ഏത് ഭാഗങ്ങളിലാണ്? ദക്ഷിണേന്ത്യയിലാണ്. ചോള ഡൈനാസ്റ്റി റീച്ച്ഡ് ഇറ്റ്സ് സെനേറ്റ് ഡ്യൂറിംഗ് ദ റെയ് ഓഫ് വിച്ച് കിങ്. ആരുടെ ഭരണകാലഘട്ടത്തിലാണ് ചോള വംശം അതിന്റെ ഏറ്റവും സമൃദ്ധിയിൽ എത്തിയത്? രാജേന്ദ്ര ചോള ഒന്നാമന്റെ കാലഘട്ടത്തിലാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ദ റോയൽ എംബ്ലം ഓഫ് ചോള കിങ്ഡം. ചോള രാജ്യവംശത്തിന്റെ എന്താണ് രാജകീയ ചിഹ്നം എന്തായിരുന്നു എന്നുള്ളതാണ്. ടൈഗർ ആണ് ഉത്തരം. ഹു ബിൽഡ് ദ ഗംഗൈകൊണ്ട ചോളപുരം. ഗംഗൈകൊണ്ട ചോളപുരം സ്ഥാപിച്ചത് ആരാണ്? ഗംഗൈകൊണ്ട ചോളപുരം സ്ഥാപിച്ചത് രാജേന്ദ്ര ചോളൻ ഒന്നാമനാണ്. ബൃഹദേശ്വര ക്ഷേത്രം ആരാണ് സ്ഥാപിച്ചത്? രാജരാജ ചോളയാണ് സ്ഥാപിച്ചത്. വിക്രംശില യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്? ധർമ്മപാലയാണ്. ഒന്നാം തറൈൻ യുദ്ധം നടന്നത് ഏത് കാലഘട്ടത്തിലാണ്? AD 1191.
ഒന്നാം തറൈൻ യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടന്നത്? പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലാണ് ഒന്നാം തറൈൻ യുദ്ധം നടന്നത്. വാട്ട് വേർ ദ പ്രോവിൻസസ് കോൾഡ് ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് പീരിയഡ്? സുൽത്താനേറ്റ് പീരിയഡിൽ പ്രവശ്യകള് അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലായിരുന്നു? ഇക്ക എന്ന പേരിലായിരുന്നു. ഇബ്രാഹിം ലോധി പാനിപ്പറ്റ് യുദ്ധത്തില് ആരുമായിട്ടാണ് യുദ്ധം ചെയ്തത്? ബാബറുമായിട്ടാണ് യുദ്ധം ചെയ്തത്. Who among the following Sultan constructed the famous Alai Darwaza? അലൈ ദർവാസ സ്ഥാപിച്ചത് ആരാണ്? നേരത്തെ വന്ന ക്വസ്റ്റ്യൻ ആണ്, അലാവുദ്ദീൻ ഖൽജി ആണ്. Among the following which Sultan founded the ഖൽജി ഡൈനാസ്റ്റി? ഖൽജി ഡൈനാസ്റ്റി സ്ഥാപിച്ച സുൽത്താൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ജലാലുദ്ദീൻ ഖൽജി ആണ് ഉത്തരം. ഓക്കെ. Who among the following Sultan shifted his capital from Lahore to Delhi? ഏത് സുൽത്താനാണ് ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് ക്യാപിറ്റല് മാറ്റിയത്? ഉത്തരം അലാവുദ്ദീൻ ഖിൽജി ആണ്. Who among the following sultans is known for introducing market control mechanism? മാർക്കറ്റ് കൺട്രോൾ മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സുൽത്താൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. മാർക്കറ്റ് കൺട്രോൾ മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അലാവുദ്ദീൻ ഖൽജി ആയിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ മിഡീവൽ ഇന്ത്യ വാട്ട് ഡിഡ് ദ ടേം വൈറ്റൽ റെഫേഴ്സ് ടു? വൈറ്റൽ എന്നുള്ളത് കൊണ്ട് മിഡീവൽ ഇന്ത്യയിൽ, മധ്യകാല ഇന്ത്യയിൽ വൈറ്റൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എന്താണ്? നാണയങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്, കോയിൻസ്. Who founded the Sayyid dynasty? സയ്യിദ് ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ ആരാണ്? കിസർഖാൻ ആണ് സയ്യിദ് ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ. Who is the author of തരിക ഐ മുബാറക് ഷാനി? തരിക ഐ മുബാറക് ഷാനി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? യഹിയ സിഹിന്ദി ആണ് അത് രചിച്ചത്. Who was the first and last woman sultana to sit on the throne of Delhi? ഡൽഹി ഭരിച്ചിട്ടുള്ള ആദ്യത്തെയും അവസാനത്തെയും എന്താണ് സ്ത്രീ വനിത ആരാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം സുൽത്താന റസിയ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സുൽത്താന റസിയ മാത്രമാണ് ഡൽഹി ഭരിച്ചിട്ടുള്ള ഏക വനിതാ ഭരണാധികാരി എന്നുള്ളത്. Who was the first slave king of Delhi Sultanate? ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യ അടിമ വംശരാജാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ് ഉത്തരം. ഓക്കെ. Who was the successor of മുഹമ്മദ് ബിൻ തുഗ്ലക്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം വന്ന രാജാവ് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഫിറോസ് ഷാ തുഗ്ലക് ആണ് ഉത്തരം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who invaded Delhi in 1526 BC? ആരാണ് 1526 ഡൽഹി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത്? ബാബർ ആണ്. Who was the founder of the ലോധി ഡൈനാസ്റ്റി? ലോധി ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ബഹ്ലു ലോധി ആണ് ലോധി ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ. Who was the founder ruler of മുഗൾ എംപയർ? മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ബാബർ ആണ്. Which war led to the establishment of മുഗൾ എംപയർ in India? ഇന്ത്യയില് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കാൻ കാരണമായിട്ടുള്ള യുദ്ധം ഏതാണ് എന്നുള്ളതാണ്. പാനിപ്പറ്റ് യുദ്ധം ആണ് ഉത്തരം. Who was the last emperor of മുഗൾ എംപയർ? മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ബഹദൂർ ഷാ സെക്കൻഡ് ആണ് ഉത്തരം. ഓക്കെ. Who was the greatest ruler of മുഗൾ ഡൈനാസ്റ്റി? മുഗൾ ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി ആരായിരുന്നു എന്നാണ് ചോദ്യം. അക്ബർ ആണ് ഉത്തരം. Who was the commander in chief of അക്ബർ? അക്ബറിന്റെ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു? ബൈറാൻ ഖാൻ ആയിരുന്നു. When did the first battle of Panipat take place? എന്നാണ് ഒന്നാം പാനിപ്പറ്റ് യുദ്ധം നടന്നത്? 1526 Who invaded Babur to invade India? Who invaded Babur to invade India എന്നല്ല, who invited Babur to invade India എന്നാണ് കേട്ടോ. ക്വസ്റ്റ്യനിൽ തെറ്റുണ്ട്. ദൗലത് ഖാൻ ആണ് ഇന്ത്യയിലേക്ക് ബാബറിനെ ക്ഷണിച്ചത്. In which language did Babur write his autography? തുസാഖ് ഇ ബാബറി. തുസാഖ് ഇ ബാബറി എന്നുള്ളത് ബാബറിന്റെ ആത്മകഥയാണ്. അത് അദ്ദേഹം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. തുർക്കി ഭാഷയിലാണ്. ബാബറിന്റെ ശ്മശാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാബൂളിലാണ്. Who ascended the throne after death of ബാബർ? ബാബറിന് ശേഷം ഭരണത്തിൽ വന്നത് ആരാണ്? ബാബറിന്റെ പുത്രനായ ഹുമയൂൺ ആണ്.
എവിടെ വെച്ചാണ് എന്നാണ് കനൌജ് യുദ്ധം നടന്നത്? 1540-ലാണ്. ഹു എമംഗ് ദ ഫോളോയിങ് റോട്ട് ഐൻ ഐ അക്ബറി? ഐൻ ഐ അക്ബറി എന്നുള്ളത് അക്ബറിനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് എഴുതിയത് ആരാണെന്നുള്ളതാണ്? അബ്ദുൾ ഫസൽ ആണ് ഉത്തരം. വിച്ച് മുഗൾ കിങ് ട്രൈഡ് ടു സ്റ്റോപ്പ് ദ പ്രാക്ടീസ് ഓഫ് സതി? സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു മുഗൾ രാജാവ് ആരായിരുന്നു എന്നുള്ളതാണ്? അക്ബർ ആണ് ഉത്തരം. The Mughal emperor who started a new religion, Din-e-Ilahi. Din-e-Ilahi എന്ന് പറയുന്ന പുതിയ ഒരു മതം ആരംഭിച്ച മുഗൾ റൂളർ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അക്ബർ ആണ്. Who was the first king of the Pala dynasty? പാല ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ രാജാവ് ആരാണ്? ഗോപാല. ദേശ് വാസ് ദ ഗ്രേറ്റസ്റ്റ് റൂളർ ഓഫ് കാശ്മീർ? കാശ്മീരിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി ആരായിരുന്നു? സുൽത്താൻ സൈനുൽ അബ്ദീൻ ആയിരുന്നു. In 1538, ബംഗാൾ വാസ് അനക്സ്ഡ് ബൈ? 1538 ബംഗാള് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് ആരാണ്? ഷേർഷാ സൂരിയാണ്. Who is the author of രാജതരംഗിണി? രാജതരംഗിണി രചിച്ചത് ആരാണ്? കൽഹനയാണ്. The first dynasty that ruled over Vijayanagara Empire was? വിജയനഗര എംപയർ ആദ്യമായിട്ട് ഭരിച്ച സാമ്രാജ്യം ഏതാണ്? ശുംഗ ഡൈനാസ്റ്റിയാണ്. വെൻ വാസ് ദ വിജയനഗര എംപയർ ഫൗണ്ടഡ്? എന്നാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്? 1366-ലാണ്. ഇൻ വിജയനഗര ഓർ ഡെക്കാൻ സുൽത്താൻസ് were termed as? അതായത് വിജയനഗരത്തില് അല്ലെങ്കിൽ ഡെക്കാൻ നഗരത്തില് സുൽത്താൻമാരെ വിളിച്ചിരുന്ന പേരെന്താണ്? അശ്വപതി എന്നാണ്. ഓക്കെ. ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ വിജയനഗര എംപയർ? ആരാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്? ഹരിഹരനും ബുക്കനുമാണ്. വിച്ച് ഡൈറ്റി വാസ് ദ ലോക്കൽ ഗോഡസ്? വിച്ച് ദേത്തി വാസ് ദ ലോക്കൽ ഗോഡസ് ഓഫ് വിജയനഗര? വിജയനഗരത്തിലെ എന്താണ് ദേവത ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ദുർഗയാണ്. സിറ്റി ഓഫ് വിക്ടറി വാസ് ദ നെയിം ഓഫ് വിച്ച് സിറ്റി ആൻഡ് ഫേമസ് ഓഫ് മിഡീവൽ എംപയർ? മിഡീവൽ കാലഘട്ടത്തില് മധ്യകാല ഇന്ത്യയില് വിജയത്തിന്റെ നഗരം എന്നറിയപ്പെട്ടിരുന്ന നഗരം ഏതാണ്? വിജയനഗരമാണ്. വിച്ച് സിറ്റി വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ വിജയനഗര കിങ്ഡം? വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? ഹംപി ആയിരുന്നു. താഴെ തന്നിരിക്കുന്ന സാമ്രാജ്യങ്ങളില് കൃഷ്ണദേവരായ ഉൾപ്പെടുന്ന സാമ്രാജ്യം ഏതാണ്? തുളുവ വംശമാണ്. ഹൂവർ ഉലേമ? ഉലേമ എന്നറിയപ്പെടുന്നത് ആരാണ്? റിലീജിയസ് ഇന്റലക്ച്വൽ ഗ്രൂപ്പ് ഓഫ് മുസ്ലിംസ്. മുസ്ലിങ്ങളിലെ എന്താണ് പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ എന്താണ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളാണ് എന്തറിയപ്പെട്ടിരുന്നത്? ഉലേമ എന്നറിയപ്പെട്ടിരുന്നത്. ഡേഷ് വാസ് ദ സെൻട്രൽ ഫിഗർ ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്? ഡേഷ് വാസ് ദ സെൻട്രൽ ഫിഗർ ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിലെ അകേന്ദ്ര ബിന്ദു ആരായിരുന്നു എന്നുള്ളതാണ്? സുൽത്താൻ ആയിരുന്നു. ഹു ക്രിയേറ്റഡ് ചഹൽഗണി? ചഹൽഗണി ക്രിയേറ്റ് ചെയ്തത് ആരാണ്? അങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? ഇൽട്ടുമിഷ് ആണ്. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ വാസിർ ഓഫ് സുൽത്താൻ ഇൽട്ടുമിഷ്? സുൽത്താൻ ഇൽട്ടുമിഷിന്റെ വാസിർ ആരായിരുന്നു? പ്രധാനമന്ത്രി ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നിസാമുൽ മുൽക്ക് ജുനൈദി ആയിരുന്നു. Which of the following rulers issued copper coins named as Itul? ഇറ്റുൾ എന്നുള്ള പേരില് ചെമ്പ് നാണയങ്ങൾ പുറത്തിറക്കിയ റൂളർ ആരാണ്? ഇൽട്ടുമിഷ് ആണ്. ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തില് പണി കഴിപ്പിച്ച ആദ്യത്തെ പള്ളി ഏതാണ്? ഖുവാത്ത് ഉൽ ഇസ്ലാം ആണ്. ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തില് ആരെയാണ് ബാരിദ് എന്ന് വിളിച്ചിരുന്നത്? ബാരിദ് എന്നറിയപ്പെട്ടിരുന്നത് ചാരന്മാര്, അല്ലെങ്കിൽ എന്താണ് രഹസ്യമായിട്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്ന ചാരന്മാരെയാണ് ബാരിദ് എന്ന പേരിൽ വിളിച്ചിരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? 4 പെയർ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് മാച്ച് ആയിട്ടുള്ള പെയർ ഏതാണ്? ദിവാൻ ഇ ബന്ദഗൻ തുഗ്ലൂർ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ദിവാൻ ഇ ആരിസ് ഡിപ്പാർട്ട്മെന്റ് വാസ് അസോസിയേറ്റഡ് വിത്ത്? ദിവാൻ ഇ ആരിസ് എന്ന് പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഡിഫൻസ് ആണ്, പ്രതിരോധമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റി സോ ദ ഹോളിഡേ ഓഫ് ദ വിസാറത്ത്? ഏത് ഡൈനാസ്റ്റിയിലാണ്
വിസാറത്ത് ഹോളിഡേ ഉണ്ടായിരുന്നത് തുഗ്ലക് ഡൈനാസ്റ്റിയിലായിരുന്നു. വിച്ച് മിഡീവൽ കിങ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് ദ ഇക്ത സിസ്റ്റം? ഇക്ത സിസ്റ്റം നടപ്പിലാക്കിയ രാജാവ് ആരാണ്? ഇൽത്തുമിഷ് ആണ്. സുപ്രീം ഒഫീഷ്യൽസ് ഓഫ് ലാൻഡ് റവന്യൂ ഇൻ സുൽത്താനേറ്റ് പീരിയഡ്. സുൽത്താനേറ്റ് പീരിയഡില് എന്താണ് ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യുന്ന ഓഫീസർമാര് അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? ചൗധരി എന്ന പേരിലാണ്. OAU എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? ഓർഗനൈസേഷൻ ഫോർ ആഫ്രിക്കൻ യൂണിറ്റി എന്നാണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ സ്ഥാപിച്ചത് എന്നാണ്? ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിച്ചത് എന്നാണ്? 1945 ഏതൊക്കെ കോണ്ടിനെന്റുകളാണ് 1945 ശേഷം റിമൈൻഡ് പ്യുവർലി ഡെവലപ്ഡ്? അതായത് 1945 ശേഷവും ഏതൊക്കെ വൻകരകളാണ് ഡെവലപ്മെന്റ് തീരെ ഇല്ലാണ്ട് അവശേഷിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയുമാണ് ഉത്തരം. Desh emerged as the growing and finally the dominant social class in the 20th century. 20ാം നൂറ്റാണ്ടില് വളർന്ന് അവസാനം സൊസൈറ്റിയിലെ ഏറ്റവും മുകളിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉന്നതിയിലുള്ള വിഭാഗമായിട്ട് മാറിയ ആളുകൾ ആരാണ്? ബർഗോസികളാണ്. Globalization has improved the living structure of which of the following? ആഗോളവൽക്കരണം വന്നതോട് കൂടിയിട്ട് ആരുടെ ജീവിതത്തിലാണ് വളരെയധികം അഭിവൃദ്ധി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഡെവലപ്പിംഗ് കൺട്രീസിൽ ജീവിക്കുന്ന ആളുകളിലാണ്. വിച്ച് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഹാവ് ബീൻ ഹിറ്റ് ബൈ ഗ്ലോബലൈസേഷൻ? ഏതൊക്കെ തരത്തിലുള്ള ഇന്ത്യൻ വ്യവസായങ്ങളാണ് ഗ്ലോബലൈസേഷൻ കാരണം ഹിറ്റായി പോയത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? സിമന്റ്, ജൂട്ട്, ടോയ് മേക്കിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി. ടോയ് മേക്കിംഗ് ആണ് ഉത്തരം. ഓക്കെ. ഗ്ലോബലൈസേഷൻ കോസ്റ്റ്. ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം എന്തിനൊക്കെ കാരണങ്ങളായിട്ടുണ്ട്? ഈസി മൂവ്മെന്റ് ഓഫ് ഗുഡ്സിന് കാരണമായിട്ടുണ്ട്. ക്യാപിറ്റൽ ആൻഡ് സർവീസസിന് കാരണമായിട്ടുണ്ട്. കമ്പനീസ് ഈസിലി ഓപ്പറേറ്റിംഗ് ഇൻ വേരിയസ് കൺട്രീസ് കാരണമായിട്ടുണ്ട്. അപ്പൊ ഉത്തരം എന്താണ്? ഓൾ ദ എബവ് ആണ്. ഗ്ലോബലൈസേഷൻ ഇതിനൊക്കെ കാരണമായിട്ടുണ്ട്. സാധനങ്ങൾ ഈസി ആയിട്ട് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് എത്തിക്കുന്നു, ക്യാപിറ്റൽ എത്തിക്കുന്നു, സേവനം എത്തിക്കുന്നു, കമ്പനികൾ പല രാജ്യങ്ങളിലായിട്ട് ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്താണ് ഉത്തരം? ഓൾ ദ എബവ് ആണ് ഉത്തരം. Opening and improving the economy with other major economies to take it to the international level is known as. എന്നുവെച്ചാല് ഒരു ഇക്കോണമിയെ, ഒരു ഒരു സാമ്പത്തിക വ്യവസ്ഥയെ എന്ത് ചെയ്യാണ്? അതിനെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെ വിളിക്കുന്നത് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം എന്നാണ്. വിച്ച് സെക്ടർ എക്സ്പീരിയൻസ്ഡ് ലീസ്റ്റ് പ്രോഫിറ്റ് ഡ്യൂ ടു ദ ഇഫക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ? ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും കുറഞ്ഞ ലാഭം ലഭിക്കുന്ന സെക്ടർ ഏതാണ്? അഗ്രികൾച്ചറൽ സെക്ടർ ആണ്. കൃഷിയിലാണ് ലാഭമൊക്കെ കുറഞ്ഞു പോയത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ? താഴെ തന്നിട്ടുള്ളതില് ഗ്ലോബലൈസേഷന്റെ അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിന്റെ ഗുണങ്ങളിൽ പെടുത്താൻ പറ്റുന്നത് ഏതാണെന്നാണ്. എക്സ്റ്റേണൽ ട്രേഡ്, ട്രേഡ് അറ്റ് എ ലാർജ് സ്കെയിൽ, ട്രേഡ് അറ്റ് എ സ്മോൾ സ്കെയിൽ, ഇന്റേണൽ ട്രേഡ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? മറ്റു രാജ്യങ്ങളുമായിട്ടും കൂടി കച്ചവടം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ എക്സ്റ്റേണൽ ട്രേഡ് ആണ്. ഗ്ലോബലൈസേഷൻ ഹാസ് ലാർജ്ലി ഇംപ്രൂവ്ഡ് ദ ഗ്രോത്ത് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? താഴെ തന്നിട്ട് ഉള്ളതില് ഏത് തരം രാജ്യങ്ങളുടെ ഗ്രോത്ത് ആണ് അല്ലെങ്കിൽ ഏത് തരം രാജ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ വളർച്ചയിലേക്ക് ആഗോളവൽക്കരണം എത്തിച്ചിട്ടുള്ളത് എന്നാണ്. ഡെഫിനറ്റ്ലി എന്താണ്? ഡെവലപ്ഡ് കൺട്രീസ് ആണ്, വികസിത രാജ്യങ്ങളുടെയാണ്. വാട്ട് ഈസ് അനദർ നെയിം റെഫർ ടു ദ വേൾഡ് ബാങ്ക്? വേൾഡ് ബാങ്കിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? IBRD എന്നാണ്. മധ്യകാല ഇന്ത്യയില് ബ്രോക്കർമാര് അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? ദലാൽ എന്നുള്ള പേരിലാണ് അല്ലെ? നമ്മൾ ദല്ലാൾമാർ എന്ന് പറയില്ലേ, അതന്നെ ദല്ലാൾ എന്നുള്ള പേരിലാണ്. വാട്ട് വാസ് ഹട്ട്? ഹട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പീരിയോഡിക്കൽ ലോക്കൽ മാർക്കറ്റ് ആണ്. എന്ന് വെച്ചാൽ ഓരോ സീസണലി നടക്കുന്ന എന്താണ് ലോക്കൽ മാർക്കറ്റുകളെയാണ് ഹട്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ദേശ് ഈസ് എ ടേം യൂസ്ഡ് ടു റെഫർ ടു മിസ്റ്റിക്കൽ റിലീജിയസ് ഐഡിയാസ് ഇൻ ഇസ്ലാം. ഇസ്ലാമിലെ എന്താണ് മിസ്റ്റിക്കൽ ആയിട്ടുള്ള ആ ഒരു റിലീജിയസ് ഐഡിയാസിനൊക്കെ ചേർത്തുകൊണ്ട് നമ്മളൊരു പുതിയ മതമായിട്ട് അത് രൂപീകരിക്കപ്പെടേണ്ടായി. അത് ഏത് മതമാണ്? സൂഫിസമാണ്.
സുഹ്രവർദി were active in dash and dash. സുഹ്രവർദി സിൽസില എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത്? എവിടെയൊക്കെയാണ്? ഡൽഹി സുൽത്താനേറ്റ് പീരീഡ് എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? 1206 മുതൽ 1526 വരെയുള്ള കാലഘട്ടമാണ് ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ചിഷ്ടി ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? മൊയിനുദ്ദീൻ ചിഷ്ടിയാണ്. ചൈതന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ബംഗാളിലെ ഭക്തി സന്യാസികളാണ് ചൈതന്യ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. ആരാണ് അമീർ ഖുസ്രു? സുൽത്താനേറ്റ് കാലഘട്ടത്തില് ജീവിച്ചിരുന്ന ഒരു പേർഷ്യൻ കവിയാണ് അമീർ ഖുസ്രു. രാമപ്പണിക്കര് രചിച്ച വർക്ക് താഴെ തന്നിട്ടുള്ളതിൽ രാമപ്പണിക്കര് രചിച്ച വർക്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഭാരത ഗാഥയാണ് ഉത്തരം. സുഹ്രവർദി സിൽസില ആരാണ് ഫൗണ്ട് ചെയ്തത്? ബാഗ്ദാദിലാണ്. അതാരാണ് ഫൗണ്ട് ചെയ്തത്? ഷിഹാബുദ്ദീൻ സുഹ്രവർദിയാണ് സുഹ്രവർദി സിൽസില ഫൗണ്ട് ചെയ്യുന്നത്. നക്ഷബന്ദി സിൽസിലയുടെ ഫൗണ്ടർ ആരാണ്? നക്ഷബന്ദി സിൽസില സ്ഥാപിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ഖാജ ബഹുദ്ദീൻ നക്ഷബന്ദിയാണ്. ഖാദ്രിയ സിൽസില ഏത് സ്റ്റേറ്റിലാണ് പ്രശസ്തമായിട്ട് ഉണ്ടായിരുന്നത്, ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നത്? പഞ്ചാബാണ്. വാട്ട് ഈസ് കോൾഡ് ഷൈവിസം ഇൻ ദ ഭാരതി മൂവ്മെന്റ് അല്ല, ഭക്തി മൂവ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഭക്തി മൂവ്മെന്റില് ശൈവിസം എന്നറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? നായനാർ എന്നുള്ള പേരിലായിരുന്നു. നായനാർസ് were devoted of. നായനാർസ് ആരില് ഏത് ദൈവത്തില് ഭക്തി അർപ്പിക്കുന്ന ആളുകളായിരുന്നു? ശിവനെ ആരാധിച്ചിരുന്ന ആളുകളാണ് നായനാർസ് എന്നറിയപ്പെടുന്നത്. കബീർ ഒരു എന്താണ് കവിയാണെന്ന് നമുക്കറിയാം. കബീർ ഏത് ദൈവത്തില് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു? ശിവനിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. ചൈതന്യ മഹാപ്രഭു വാസ് നാറ്റീവ് ഓഫ്. ചൈതന്യ മഹാപ്രഭുവിന്റെ സ്ഥലം ഏതാണ്? ബംഗാളാണ്. കബീർ ജനിച്ചത് എവിടെയാണ്? വാരണാസിയിലാണ്. സൂഫി സ്കൂളുകള് അല്ലെങ്കിൽ സൂഫി ഓർഡേഴ്സ് ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? സിൽസില എന്നുള്ള പേരിലാണ്. ചൗസ യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടന്നത്? ഹുമയൂണും ഷേർഷാ സൂരിയും തമ്മിലാണ് ചൗസ യുദ്ധം നടന്നത്. അവസാനത്തെ മുഗൾ എംപറർ ആരായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു. മുഗൾ സാമ്രാജ്യം തകർന്നു പോയത് ഏത് കാലഘട്ടത്തിലാണ്? 18ാം സെഞ്ചുറിയുടെ ആദ്യ പകുതിയിലാണ് മുഗൾ സാമ്രാജ്യം തകർന്നു പോയത്. ഓക്കെ, താങ്ക് യു.